അപ്പൊ ചങ്കളെ മുത്തുമണികളെ നമ്മൾ ഇന്ന് നിൽക്കണേണ്ടല്ലോ നമ്മളെ കടലുണ്ടി പാലത്തിന്റെ അടിയിലാണ്. വളരെ ഒരു സങ്കടപരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. കാരണം ഈ കാണുന്നത് ഇതാ ഇവരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, എന്താന്ന് വെച്ചാല് ഒരു 10-30 കുടുംബം പോറ്റുന്ന ആളുകളാണ്. 2 ആഴ്ചയായി ഇവർ ഈ ഇരുത്തം ഇവിടെ ഇരുന്ന് വല നന്നാക്കുന്നു. സംഭവം കടലിലുള്ള ഏടി വല കീറിയതാണ്. ഏടി അടിച്ചിട്ട് വല കീറിയിട്ട് പലതും കാണാം. നമുക്ക് കല്ലുമ്മ കൊളത്തിയിട്ട് വല കീറും, അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞാൽ 2 ആഴ്ച വരായി അവർ ഈ വലമ്മല് കുറെ വല ഒഴിവാക്കി എന്നാ പറയുന്നത്. ഏറ്റവും കുറഞ്ഞത് ഇവരെ സംബന്ധിച്ച് ഒരു വർഷത്തില് എന്താ പറയാ, ഒരു ദിവസത്തെ ഇവരെ കൂലി നോക്കിക്കഴിഞ്ഞാല് വളരെ ചുരുക്കം കൂലിയാണ്. കാണുന്ന ആളുകൾക്ക് മത്സ്യത്തൊഴിലാളികളാണ്, പിടിക്കുമ്പോൾ അവർക്ക് ലക്ഷക്കണക്കിന് ഉറുപ്പ്യന്റെ മീൻ കിട്ടുന്നുണ്ട്, നല്ല വരുമാനം ഉണ്ട് എന്നൊക്കെ പറയും. ഒരു വർഷത്തില് എന്താ പറയാ 2-3 മാസം ട്രോളിംഗ് ആയിട്ട് പോകും. പിന്നെ 2-3 മാസം കാറ്റും കോളും കൊണ്ട് മഴയും കൊണ്ട് അത് അവരെ ജോലി നഷ്ടപ്പെടും. പിന്നെ 2-3 മാസം ചൂട് കാരണം കടലിൽ പോയിട്ട് മീനില്ലാതെ തിരിച്ചു വരുന്ന അവസ്ഥ. പിന്നെ കിട്ടുന്ന ഒരു 2-3 മാസം ഉണ്ട്. അതിൻ്റെ ഇടയിൽ പെരുന്നാള്, വിഷു, ഓണം, അതിനൊക്കെ ലീവ് വേറെ. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് നമ്മളെ ഈ നാട്ടില് ടൗൺ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം. അത് കഴിഞ്ഞിട്ട് വനമേഖല ഏറ്റവും കുറവ്. ഒരു ദിവസം ഇവരൊക്കെ ഒരു ശരാശരി വരുമാനം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 50 രൂപ അല്ലെങ്കിൽ ഒരു 70 രൂപ, അതിന്റെ മേപ്പോട്ട് ഒരു വർഷത്തിൽ ശരാശരി കൂലി നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു. അത്രയും എന്താ പറയാ, ഒരു വളരെ ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് വരുത്തി കാണുന്നത്. ഇവരോട് തന്നെ ചോദിക്കാം ഈ ഒരു അവസ്ഥ എന്താന്നുള്ളത്. നമുക്കിപ്പോൾ കാണുമ്പോൾ ഈ ഒരു സമയത്ത് മുന്നിൽ നിന്ന് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും സന്തോഷത്തോട് കൂടിയിട്ട് നമുക്ക് ചിരിച്ച് കളിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ അല്ല. ഒരു 10-30 കുടുംബമാണ് ഈ നിന്ന് വല നന്നാക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മളെ ആശാമാരിട്ടോ, ഇതാ ഒരു വല, ഈ വല പുതിയ വല കീറിയിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒഴിവാക്കിയിട്ടിക്ക എന്നാ പറയുന്നത്. ആശാന ഈ വല ഏകദേശം എത്ര രൂപ വില വരും? 4 ലക്ഷം ഉറുപ്പ്യന്റെ വല നഷ്ടപ്പെട്ടിന് എടുക്കണല്ലേ. ഇതാണ്ടോ ഒരു വലന്റെ അവസ്ഥയാണ്. ഇത്രയും വല 4 ലക്ഷം രൂപയോളം വരുന്ന പറയുന്നത്. ഈ ഒരു വല ഏടി അടിച്ചതാണല്ലോ. ഏടി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കടൽപ്പന്നി, അതല്ലെങ്കിൽ നമ്മൾ ഏകദേശം ഈ കാരന്റെ ഈ കരക്കിലൊക്കെ കാണാൻ പറ്റും, വെള്ളത്തിൽ കൂടെ അങ്ങനെ പോകുന്നു. ഈ ഡോൾഫിനെ പോലത്തെ സംഗതി. ഇത് കണ്ടോ, വലൊക്കെ പറ്റ കീറി ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവർ ഈ വല ഒഴിവാക്കി എന്നാ പറഞ്ഞത്. അത്രയും ഇതാ ഇത് കണ്ടോ, എല്ലാ ആളുകളും ഇരുന്ന് വല കീറിയ ഭാഗങ്ങൾ തുന്നി നന്നാക്കുന്നുണ്ട്. ഇതാ ഇവിടെ ഇതിനെക്കാട്ടി ഓരോ വലിയ കീറുകളാണ് ഞങ്ങൾ കീറി തുന്നി റെഡിയാക്കുന്നതല്ലേ. ഒരാഴ്ച ആയാലോ, ആലോചിച്ച് നോക്കിയല്ലേ. കാണുന്ന ആൾക്കാർക്ക് ഒക്കെ ഇവര് ഏറ്റവും കൂടുതൽ ശമ്പളമുള്ള ആളുകളാണ്. ഇതൊക്കെ മൂപ്പനാണല്ലേ, മൂപ്പനാണ്. വില ഉസ്താദാണ്. ഒരു വർഷത്തില് ഞങ്ങൾക്ക് ഗവൺമെന്റിന് ഒരു ആനുകൂല്യങ്ങളും ഇതുവരെ കിട്ടുന്നില്ല. ഗവൺമെന്റിന് ആനുകൂല്യങ്ങളും വളരെ കുറവാണ്. അതുപോലെ ഈ ഫിഷർമാൻ ബുക്കിന് വരെ ഇപ്പൊ 300 രൂപ ആക്കി മാറ്റി. 100 രൂപ ഉള്ളത് 300 രൂപ ആക്കി മാറ്റി. അപ്പോ അതിലും അവർക്ക് ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഇതാണ് ചുരുക്കി പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഒരു ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇതന്നെയാണ്. ഇങ്ങനെയൊക്കെ വല കീറി കഴിഞ്ഞാൽ അവരെ പണി മുടങ്ങും. കാണുന്ന ആളുകൾക്കൊക്കെ വളരെ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ എന്താ പറയുക, ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പണി മുടങ്ങി ഇതിന്മേൽ മല്ല് കെട്ടൽ തുടങ്ങിയിട്ട് ഒരാഴ്ച ആയി എന്ന് പറഞ്ഞ്. അപ്പോൾ എന്താ പറയുക, സർക്കാർ ഇവർക്ക് വേണ്ടി, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ വെള്ളത്തിൻ്റെ പേരാണ് ജമലുല്ലയിൽ കേട്ടോ.
ഈ ഒരു വെള്ളത്തിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ വളരെ ലക്ഷക്കണക്കിന് ഉറുപ്പ്യൻ്റെ വല ഒഴിവാക്കി ബാക്കി വരുന്ന വലയാണ് മാക്സിമം അവരെ കൊണ്ട് നന്നാക്കാൻ കഴിയുന്ന വലകളാണ് ഇപ്പോൾ എന്താകുന്നത് നന്നാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഏതായാലും നമ്മൾ